Hi, this is Benson Paul. Welcome to Postmark Session. ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ഗ്യാപ് ഡൗൺ അധികം ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ വരെ ഓൾമോസ്റ്റ് 22,900 തൊട്ടില്ല എന്ന രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം വളരെ ശക്തമായിട്ട് തന്നെ 22,800 എന്ന് പറഞ്ഞ ആ റീജിയനിൽ തന്നെ അത് ശക്തമായിട്ടുള്ള ഒരു ബൗൺസ് ബാക്ക് ഇന്ന് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇന്നിപ്പോ നോക്കുവാണെങ്കിൽ 2, 3, 4 ദിവസങ്ങളിലായിട്ട് ഇതേപോലെ തന്നെയാണ് പ്രൈസ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ റേഞ്ച് ബ്രേക്ക്ഔട്ട് ട്രേഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണെന്ന് എനിക്കറിയാം. അതിനുശേഷം 22,900 റീജിയൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് 23,000 പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ 23,000 അധികം നേരം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല, പ്രൈസ് വീണ്ടും താഴേക്ക് വന്ന് 22,900 റീജിയനിൽ വന്ന് ക്ലോസ് ചെയ്യാൻ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, 23,000 നല്ല രീതിയിൽ കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ മേലേക്ക് പോവുകയാണെങ്കിൽ ആ കോൾ ഓപ്ഷൻ സെല്ലേഴ്സിന് ലോസ് വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ വീണ്ടും ശക്തമായ രീതിയിൽ തന്നെ 23,000 കോൾ ഓപ്ഷൻ സെല്ലേഴ്സ് താഴേക്ക് തന്നെ പ്രൈസിനെ കൊണ്ടുപോയി എന്ന് കാണാനായിട്ട് 23,200 ഉണ്ടായിരുന്ന കോൾ ഓപ്ഷൻ ബിൽഡപ്പ് താഴേക്ക് 23,100 ഇപ്പൊ ഏറ്റവും കൂടുതൽ ഐ ബിൽഡപ്പ് ഉള്ളത്. അതിനുശേഷം 23,000 പിന്നെ പുട്ട് ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ബിൽഡപ്പ് ഉള്ളത് 22,800 തന്നെയാണ്. ഇന്നലെ നോക്കുന്ന സമയത്ത് 22,700 ഇന്നിപ്പോൾ ഉള്ളത് 22,800 നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 4-5 വട്ടം 22,900 പല വട്ടം റെസിസ്റ്റൻസ് എടുക്കുന്നത്, ഹിറ്റ് ചെയ്യുന്നത് പ്രൈസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതില് വൈകാതെ ബ്രേക്ക്ഔട്ട് ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. നാളെ നമുക്ക് എക്സ്പയറി ആണ്. അപ്പൊ എക്സ്പയറി നോക്കുന്ന സമയത്ത് 23,000 താഴേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് അവിടെ സെല്ലേഴ്സ് പരമാവധി ഓയി ബിൽഡ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നാളെ കണ്ടറിയണം പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോണെന്നുള്ളത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയേക്കാളും ഗംഭീരമായിട്ടുള്ള മൂവ് നടത്തിയേക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. പക്ഷെ എന്റെ ട്രേഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ തന്നെ ട്രേഡിംഗ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഓപ്പൺ പൊസിഷൻ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ പറയത്തക്ക പ്രീമിയം മൂവ് എനിക്ക് അതിൽ കിട്ടാനില്ലാത്ത കാരണം കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി നാളത്തെ മാർക്കറ്റിന് കണ്ടന്റ് അറിയണം എന്താണ് സംഭവിക്കാൻ പോണെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.